ഇറാനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിബന്ധനകളിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ട്രംപിനെ കൊണ്ട് ഇറാൻ ഒപ്പുവെപ്പിച്ചു എന്ന് പറയുന്നതാകും ശരി. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ സമയം അമേരിക്ക നൽകിയപ്പോൾ ഇറാൻ കണ്ടഭാവം നടിച്ചില്ല. ഇതാ ഇപ്പോൾ തന്നെ അതിന് പകരം വീട്ടുമെന്നായി പിന്നീട് ട്രംപ്. എന്നിട്ടും രക്ഷയില്ലാതെ വന്നതോടെയാണ് ട്രംപിന്റെ തന്നെ കഴുത്തിനു പിടിച്ച് ഇറാൻ ഒപ്പുവെപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകണമെന്ന നിബന്ധനയോടെ ടെഹ്റാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും അമേരിക്ക അറിയിച്ചിരിക്കുകയാണ്. ഇറാനിലെ എല്ലാ ആക്രമണോത്സുക സൈനിക നടപടികളും അമേരിക്ക നിർത്തിവെച്ചതായി മുതിർന്ന US ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 8 മണിക്കുള്ളിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിൽ സർവനാശം വിതയ്ക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ നാടകീയ മാറ്റം ഉണ്ടായതെന്നും കാണാൻ സാധിക്കും. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ തങ്ങൾ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിച്ചതായും ഹോർമൂസ് കടലിടുക്കിനു മേലുള്ള നിയന്ത്രണം തുടരുമെന്നും വ്യക്തമാക്കി. ട്രംപിന്റെ ഭീഷണിക്ക് അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തിന് കടുത്ത വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. US ബോംബാക്രമണം വലിയ പിഴവായിരിക്കുമെന്ന് ട്രംപിന്റെ സഖ്യകക്ഷിയായ സെനറ്റർ റോൺ ജോൺസൺ പറഞ്ഞപ്പോൾ ഡെമോക്രാറ്റിക് നേതാവ് ചക്ക് ഷുമർ ട്രംപിനെ മാനസിക രോഗി എന്ന് വിളിച്ചാണ് അധിക്ഷേപിച്ചത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും നികുതി ഈടാക്കാനുള്ള ഇറാന്റെ നീക്കം തർക്ക വിഷയമായി തുടരുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച് 39 ദിവസങ്ങൾക്കുള്ളിൽ 13,000 ലക്ഷ്യസ്ഥാനങ്ങൾ അമേരിക്ക ആക്രമിച്ചതായാണ് കണക്ക്. സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെന്നും ദീർഘകാല സമാധാന കരാറിനായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതി ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കാമെന്നും പറഞ്ഞ ട്രംപ് തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച 10 സമാധാന പദ്ധതി വേഗത്തിലൊന്ന് നോക്കാം. 1. ഇറാനെതിരെ ഇനി ആക്രമണങ്ങൾ നടത്തില്ലെന്ന് അമേരിക്ക അടിസ്ഥാനപരമായി ഉറപ്പു നൽകണമെന്നതാണ്. 2. ഹോർമൂസ് കടലിടുക്കിനു മേലുള്ള നിയന്ത്രണം ഇറാൻ തന്നെ തുടരണമെന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതിക്കായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കണമെന്നതാണ് 3ാമത്തെ കാര്യം. ഇറാന് മേൽ അമേരിക്ക നേരിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രാഥമിക ഉപരോധങ്ങളും പിൻവലിക്കണമെന്നത് 4ാമത്തെ ഉടമ്പടിയാണ്. ഇറാനിലെ സ്ഥാപനങ്ങളുമായി ഇടപാടുകൾ നടത്തുന്ന വിദേശ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യണം. ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ എല്ലാ പ്രമേയങ്ങളും അവസാനിപ്പിക്കണം. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ എല്ലാ പ്രമേയങ്ങളും അവസാനിപ്പിക്കണം തുടങ്ങിയവയാണ് മറ്റ് നിബന്ധനകൾ. യുദ്ധത്തിലൂടെ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്നത് മറ്റൊരു പ്രധാന നിബന്ധനയാണ്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള അമേരിക്കൻ പോരാട്ട സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റമാണ് 9ാമത്തേത്. ഏറ്റവും അവസാനമായി ലെബനനിലെ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധ മുന്നണികളിലും ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഈ 10 നിബന്ധനകളിൽ ഒപ്പുവയ്ക്കാൻ ഇറാന് സാധിച്ചത് അമേരിക്കയുടെ മേലുള്ള അന്തിമ വിജയമായി കണക്കാക്കാം. ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉണ്ടായത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കണം എന്ന നിബന്ധനയിലാണ് ട്രംപ് ആക്രമിക്കാൻ തുനിഞ്ഞത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാനിൽ നിന്ന് പ്രായോഗികമായ ഒരു യുദ്ധവിരാമ നിർദ്ദേശം ലഭിച്ചതായും പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായുള്ള അന്തിമ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചതിന് പിന്നാലെയാണ് കരാറിൽ ഒപ്പുവെച്ചത്.